ഇന്നേ നമുക്ക് നല്ല എസ്തെറ്റിക് ആയിട്ട് നമ്മുടെ ബുക്ക് കവർ ചെയ്താലോ. അപ്പൊ ഒരു 2 A4 ഷീറ്റ് എടുത്തോളൂ കേട്ടോ. ഇനി ഇതുപോലുള്ള ചെറിയ പ്ലാസ്റ്റിക്കിന്റെ വല്ല അടപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ബ്രഷ് പെൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും കേട്ടോ. നമുക്ക് അത് എന്നിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ആ A4 ഷീറ്റില്ലേ അതിലേക്ക് ഇതുപോലെ ഒരു ഡിസൈൻ ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കാണിക്കുന്ന പോലെ കുറച്ച് വെള്ളം മതി. അങ്ങനെ പല കളറിൽ കേട്ടോ. ഞാൻ ആദ്യം ലൈറ്റ് ബ്ലൂ എടുത്തു, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ എടുത്തു, പിന്നെ ഗ്രീൻ ആണ് എടുത്തത്, പിന്നെ ഓറഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ മിസ്സായി പോയി. ലാസ്റ്റ് എടുത്തത് റെഡ് ആണേ. അങ്ങനെ 2 ഷീറ്റിലും നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു പേപ്പർ എടുത്തിട്ട് അതിന്റെ സൈഡിലെ വൈറ്റ് കളറില്ലേ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അടുത്ത പേജിന്റെ ആ വൈറ്റ് കളറിൽ കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് കയറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ആ ബുക്ക് എടുത്തിട്ട് നമുക്കത് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ. A4 ഷീറ്റ് ആകുമ്പോൾ ഇതുപോലത്തെ ചെറിയ ബുക്കാണെ പൊതിയാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ സാധാരണ ബുക്ക് പൊതിയുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ ഈ ബുക്ക് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ ആ ബുക്ക് പൊതിഞ്ഞെടുത്തു. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നെയിം സ്ലിപ്പ് ഒട്ടിക്കണം. എന്നിട്ട് അതിലേക്ക് പേരൊക്കെ എഴുതി വെച്ചോളൂ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് പേര് എഴുതാത്തത്. പിന്നെ ഒന്നും കൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാനൊരു 4 സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ കുഞ്ഞു സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇത് ബുക്ക് പൊതിയുന്ന റോള് തന്നെയാണ്. ഇത് വെച്ച് പൊതിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ് ആയിട്ടിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒന്ന് സ്പ്രെഡ് ആയി പോട്ടോ ആ കളറൊക്കെ. അപ്പൊ ഞാനതുകൊണ്ട് പൊതിയുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഞാൻ നെയിം സ്ലിപ്പിൽ പേരെഴുതാത്ത കാരണം അതിൽ ക്ലിപ്പ് അടിച്ചിട്ടില്ല. ക്ലിപ്പ് അടിച്ച് വെക്കണം, എങ്കിലേ അത് കറക്റ്റായിട്ട് ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ പൊങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ വേഗം അടിക്കുക ലൈക്ക്. അത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യേ. പിന്നെ ബാക്കിൽ വേണമെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ഇതുപോലെ തന്നെ എസ്തെറ്റിക് ആയിട്ട് പൊതിയുന്ന വേറെ ഐഡിയ തിങ്കളാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊരു ലോങ് വീഡിയോ ആണ്, എല്ലാവരും കാണണേ. അപ്പൊ തിങ്കളാഴ്ചത്തെ ആ വീഡിയോയിൽ കാണാം. ബൈ.